എന്താണ് ദുരന്തബാധിതരുടെ ആവശ്യം? അവരുടെ വാക്കുകളിലൂടെ തന്നെ നമുക്കൊന്ന് കേൾക്കാം. വീട് പോയ നഷ്ടം, അവർക്കൊരു സുരക്ഷിതമായ ഒരു വീടാണ് മെയിനായിട്ടുള്ള ഒരു ആവശ്യം. ഞങ്ങൾക്ക് വാടകയെ കയറിയിട്ടില്ല. ഞങ്ങൾ അട്ടമലക്കാർ ഞങ്ങൾ ഒരു ലിസ്റ്റിലേ ഇല്ല. ഞങ്ങൾ എന്തായാലും ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം. ഈ ഇതിൽ ഇനി ഒരു 6 മാസം കഴിഞ്ഞാൽ മഴ വരികയല്ലേ, ഞങ്ങൾ ഇനി എവിടെ പോകും? ഞങ്ങള് ഓല് പോയും ചെയ്തിപ്പോ ഒരു ഇതുമില്ല, വാടകയില്ല, ആ മാസം 300 റുപ്യ അതും ഇല്ല, ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് കൊടുക്കുന്നത്. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് 11 ആള് പോയും ചെയ്തു. അന്നത്തെ ആ ഉരുൾപൊട്ടലിന് അന്ന് ആ വൈബ്രേഷനിൽ ഞങ്ങളെ ഒരുപാട് 10-15 വീടുകൾ ശരിക്കും വിള്ളലുകളും പൊട്ടലുകളും താമസിക്കാൻ പറ്റാത്ത ഒരു പരുവത്തിലായിട്ടുണ്ട്. മുമ്പൊക്കെ ഞങ്ങളുടെ അടുത്ത് അവിടെ നിന്ന് മാറി താമസിക്കാൻ പറഞ്ഞിട്ട് വാടക തന്നിരുന്നു. ഇപ്പൊ ഞങ്ങളെ വാടക നിർത്തി വെച്ചിരിക്കുകയാണ്. ഇന്നലെ ഒരു മഴ പെയ്തപ്പോൾ തന്നെ ആ പ്രദേശത്തുള്ള ആളുകൾ മാറി താമസിക്കേണ്ട അവസ്ഥ വന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ആ പ്രദേശത്ത് താമസിക്കാൻ പറ്റില്ല. ഞങ്ങളും കൂടെ ആ കൊയിനാക്കുളം ഭാഗത്തുള്ള ആളുകളെയും കൂടെ അതിൽ ഉൾപ്പെടുത്തണമെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏലത്തോട്ടങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ടുള്ളവരാണുള്ളത്. അപ്പൊ ആ തൊഴിലെല്ലാം നഷ്ടമായി. ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ എന്താ പറയാ, ജീവിതം തന്നെ വഴിമുട്ടിയ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഇങ്ങനെ എല്ലാം കൊണ്ടും ഞങ്ങൾ ഈ ദുരിതം പേറി നടക്കുന്ന ആളുകളെ ഞങ്ങൾക്ക് 10 സെന്റ് സ്ഥലവും ഒരു വീടും തന്നിട്ട് ഞങ്ങളെ എല്ലാരും ഒരേ സ്ഥലത്ത് നിർത്താന്നുള്ളൊരു വാക്ക് സർക്കാർ പറഞ്ഞായിരുന്നു. അത് പാലിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. 7 മാസം കഴിഞ്ഞു, 8ാമത്തെ മാസത്തിലേക്ക് കടക്കാൻ പോവാണ്. അപ്പോൾ അന്ന് കുറെ വാഗ്ദാനങ്ങൾ പറഞ്ഞു. അത് വാഗ്ദാനങ്ങൾ മാത്രം ഒതുങ്ങാന്നല്ലാതെ അതിന് മറ്റൊരു കാര്യം അതിന് ഇതുവരെ നടന്നിട്ടില്ല. നിങ്ങൾ കാര്യങ്ങളെല്ലാം പരിഗണിക്കും. പാടിക്കാരെ കാര്യം മന്ത്രിനെ അറിയിക്കും. 9,000 കാര്യം 2 ദിവസം കൊണ്ട് കയറും. എല്ലാം പരിഹരിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾക്കൊരു ചെറിയ വിശ്വാസമുണ്ട്. 15 ലക്ഷം പോലെ ആ ഭൂമിന്റെ സ്ഥലത്തിന് തന്നെ കൊടുക്കാൻ. ഇപ്പോൾ നമ്മളിപ്പോ അവിടെ നിന്ന് എന്തായാലും ഒരു ഭൂമി കിട്ടില്ലല്ലോ നമുക്ക്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ആ ഭൂമിന്റെ വില നമുക്ക് കണ്ടറിയണ്ടേ. അപ്പൊ അതിനുള്ള വിലയും ആ വീടിനുള്ള വിലയും കണ്ടിട്ട് നമുക്ക് ആ പൈസ നിർബന്ധമായി പോകാനുള്ളവർക്ക് കൊടുക്കുക. അല്ലെങ്കിൽ അവർക്ക് വീട് വെച്ചു കൊടുത്താൽ മതി. വേറെ പ്രശ്നമൊന്നും.